സൈഫ് അലി ഖാനെ ആക്രമിച്ച കേസ് CCTV ദൃശ്യത്തിലുള്ളത് പ്രതിയുടെ മുഖം തന്നെ. ബോളിവുഡ് നടൻ സൈഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി ഷെരീഫുൽ ഇസ്ലാമിന്റെ മുഖപരിശോധന പൂർത്തിയായി. 6ാം നിലയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലുള്ളത് പ്രതിയെന്ന് ഉറപ്പിക്കാനായിരുന്നു പരിശോധന. അക്രമം നടത്താനെത്തുന്നതും തിരികെ പോകുന്നതുമായ ദൃശ്യങ്ങൾ ഷെരീഫുൽ ഇസ്ലാമിന്റേതല്ലെന്നും നിരപരാധിയാണ് പോലീസ് പിടികൂടിയതെന്നും പ്രതിയുടെ പിതാവ് ആരോപിച്ചിരുന്നു. എന്നാൽ പ്രതിയുടെ മുഖവും CCTVയിൽ നിന്ന് ലഭിച്ച മുഖവും ഒന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മുഖപരിശോധനാ റിപ്പോർട്ട്. വിവിധയിടങ്ങളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലുള്ളതും പ്രതിയാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇനി വിരലടയാള റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട്. ഇതുകൂടി കിട്ടിയ ശേഷം അന്വേഷണം അവസാനിപ്പിക്കാനാണ് മുംബൈ പോലീസിന്റെ തീരുമാനം. ജനുവരി 16-ന് വീട്ടിൽ വെച്ച് കവർച്ചാശ്രമം നേരിടുന്നതിനിടയിലാണ് സൈഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത്. 6 തവണയാണ് നടനെ കുത്തേറ്റത്. അതേസമയം സൈഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ആശുപത്രി രേഖകളിൽ വ്യാപക പൊരുത്തക്കേടാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ റിപ്പോർട്ട് വിശദമാക്കുന്നത്. ബാന്ദ്ര വെസ്റ്റിലുള്ള നടന്റെ വീട്ടിൽ അക്രമം നടന്നത് 16-ന് പുലർച്ചെ 2:30-നാണ്. 6ാം നിലയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. എന്നാൽ 4:10-നാണ് നടൻ എത്തിയതെന്നാണ് ലീലാവതി ആശുപത്രിയിൽ രേഖയിലുള്ളത്. ഫ്ളാറ്റിൽ നിന്നും പരമാവധി 20 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്താമെന്നിരിക്കെ മണിക്കൂറുകളുടെ വ്യത്യാസമാണ് ആശുപത്രിയിൽ എത്താനായി വന്നത്. എത്തുമ്പോൾ മകൻ 7 വയസ്സുകാരൻ തൈമൂർ അലി ഖാൻ കൂടെ ഉണ്ടായിരുന്നുവെന്നാണ് ആശുപത്രി വിശദീകരിച്ചത്. പക്ഷേ രേഖയിൽ കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്ത് അഫ്താർ സെയ്ദാണ്. കുത്തേറ്റ മുറിവുകളിലും പൊരുത്തക്കേടുണ്ട്. 16-ന് ലീലാവതി ആശുപത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുത്തേറ്റ 6 മുറിവുകൾ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ആശുപത്രി രേഖയിലുള്ളത് 5 മുറിവുകൾ മാത്രമാണ്. അക്രമി വീട്ടിൽ കയറിയപ്പോൾ മുറുകെ പിടിച്ചുവെന്നും അത് അയഞ്ഞപ്പോൾ പിൻവശത്ത് തുരുതുരാ കുത്തിയെന്നുമാണ് നടന്റെ മൊഴി.